ഹായ് ഫ്രണ്ട്സ്, ഇനി ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമുക്ക് പനിക്കൂർക്കയൊക്കെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നോക്കിയാലോ. ആദ്യം തന്നെ ഞാനൊരു ബൗളിലേക്ക് 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്, ഇല്ലെങ്കിൽ 1 ഗ്ലാസ് മൈദ എടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 1/4 ഗ്ലാസ് കോൺഫ്ലോറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ 1/4 കപ്പാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ മൈദയുടെ 1/4 ഭാഗം കോൺഫ്ലോർ എടുത്താൽ മതി. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുന്നുണ്ട്, അതുപോലെ തന്നെ മുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. മുളകൊക്കെ നിങ്ങളുടെ എരിവിന് ആവശ്യമായിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ അതിനൊന്നും പ്രത്യേകിച്ച് അളവൊന്നുമില്ല കേട്ടോ. എരിവൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർക്കുക. ഇനി ഇതിലേക്ക് ഒരു കോഴിമുട്ടയും കൂടെ ഒന്ന് പൊട്ടിച്ച് വയ്ക്കുന്നുണ്ട്. കോഴിമുട്ടയും കൂടെ ചേർക്കുന്നത് നല്ല ക്രിസ്പായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ മുട്ടയും കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഇനി നമ്മൾ സാധാരണ പച്ചവെള്ളം കുറേശ്ശെ ഒഴിച്ചിട്ട് ഈ മാവൊന്ന് കലക്കിയെടുക്കണം. നമ്മൾ ബജിയുടെ മാവൊക്കെ കലക്കിയെടുക്കുന്ന ആ പാകത്തിന് വേണം നമ്മളിത് മിക്സ് ചെയ്തിട്ട് കലക്കിയെടുക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കലക്കിയെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാം കൂടെ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്നങ്ങോട്ട് അടിച്ചെടുത്താലും മതി. അപ്പോൾ ഞാനിവിടെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ വെള്ളം അളന്നിട്ടൊന്നുമല്ല ചേർത്തിട്ടില്ല കേട്ടോ. നമ്മൾ കുറേശ്ശെ ഒഴിച്ചിട്ട് ഇങ്ങനെ പാകമാണോ നോക്കിയാൽ മതി. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് മാവ് കലക്കിയെടുക്കാൻ പറ്റും. സാധാരണ നമ്മൾ ബജിയുടെ മാവൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് കടലമാവാണ് ചേർക്കാറുള്ളത്. ഇതിലേക്ക് നമുക്ക് കടലമാവിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു പാകത്തിന് വേണം കലക്കിയെടുക്കാനായിട്ട്. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് പനിക്കൂർക്കയാണ്. നമ്മൾ ഇതിനെ കഞ്ഞിക്കൂർക്ക എന്നൊക്കെ പറയും ചില ഭാഗത്ത്. പനിക്കൂർക്ക, കുട്ടികൾക്ക് പനി ജലദോഷമൊക്കെ ഉണ്ട്, നമ്മളിതിൻ്റെ നീരൊക്കെ പിഴിഞ്ഞിട്ട് പിഴിഞ്ഞിട്ടൊക്കെ കൊടുക്കാറുണ്ട്. അപ്പോൾ നല്ല ഔഷധമുള്ള ഒരു തന്നെയാണ് കേട്ടോ അത്. അപ്പോൾ ഇതിൻ്റെ ഇല നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഓരോ ഇലയും നമ്മൾ ഈ ഒരു കലക്കി വെച്ചിട്ടുള്ള മാവിൽ മുക്കിയെടുക്കുക. എന്നിട്ട് നല്ല ചൂടായിട്ടുള്ള വെളിച്ചെണ്ണയിൽ നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഓരോന്നായിട്ട് ഇട്ടിട്ട് നമുക്കിത് ഫ്രൈ ആക്കിയെടുക്കാം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ് കേട്ടോ. ഈ ഒരു ഇലയുടെ ആ ഒരു ടേസ്റ്റ് ഈ ഒരു മാവിൻ്റെ കൂടെ ആകുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ്. ഇതിൻ്റെ ആ ഒരു എരിവോ അല്ലെങ്കിൽ ഒരു ചവർപ്പോ ഒന്നും നമ്മളിങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് ഉണ്ടാവണില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരു ഭാഗം നല്ല പോലെ ആയതിനു ശേഷം നമുക്ക് തിരിച്ചു മറിച്ചിട്ടിട്ട് നല്ല പോലെ മൊരിയിച്ചെടുക്കുക. നല്ല പൊങ്ങി വരും കേട്ടോ. അത് നല്ല ക്രിസ്പി ആയതിനു ശേഷം നമുക്കിത് ഓയിലിന് കോരി മാറ്റാം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. അധികം വീട്ടിലും ഉണ്ടാവും ഈ ഒരു ഇത്. അപ്പോൾ നമുക്ക് മൈദയും ഇതൊക്കെ എപ്പോഴും വീട്ടിലുള്ള സാധനങ്ങൾ തന്നെയാണ്. വളരെ ഈസി ആയിട്ട് വൈകുന്നേരം ചായയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ നമുക്കിതുപോലെ തന്നെ ഫ്രൈ ആക്കി എടുക്കുക, നല്ല പോലെ മൊരിയിച്ചെടുക്കുക. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഇത് നമുക്ക് ആ ചൂടോട് കൂടി കഴിക്കുമ്പോൾ തന്നെ നല്ല ടേസ്റ്റ് കിട്ടുക. കുറച്ച് സമയം വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു മൊരിച്ചിലൊക്കെ പോവും. അപ്പോൾ ആ മൊരിച്ചിൽ പോകുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മൾ കഴിക്കുക. അപ്പോൾ ചൂടോട് കൂടി ഉണ്ടാക്കിയിട്ട് വേണം കഴിക്കാനായിട്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ സ്നാക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ നല്ല നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കേ.